ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ പിതൃമാത് സ്വാമി സഖാ ഹമാരേ പിതൃമാത് സ്വാമി സഖാ ഹമാരേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ചൈതന്യ മഹാപ്രഭു കലിയുഗത്തില് ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയ ആ നിമിഷമാണ്. ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ അവതരിച്ചു. ബംഗാളിലാണ് അത് അവതരിച്ചത് അല്ലെ. ഈസ്റ്റ് ബംഗാളില് കൽക്കട്ടയില് ബംഗാളിൽ അവതരിച്ചിട്ട് ശ്രീകൃഷ്ണന്റെ തന്നെ അംശാവതാരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. ഗൗരാംഗൻ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരുപാട് പേരുകളുണ്ട്. ആ ചൈതന്യ മഹാപ്രഭു ചൊല്ലിയിരുന്ന വിശേഷപ്പെട്ട ഭഗവാന്റെ മന്ത്രമാണ് ഇപ്പൊ നമ്മൾ ചൊല്ലിയ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. അത്ര വിശേഷാണ്. ചൈതന്യ മഹാപ്രഭു നിത്യവും ചൊല്ലിയിരുന്ന മന്ത്രം. ആ മന്ത്രം ചൈതന്യ മഹാപ്രഭു ആർക്കാണ് കൊടുത്തത്? പിന്നീട് ഗോസ്വാമികൾ എന്ന് പറയുന്ന വൈഷ്ണവ സന്യാസിമാരായിട്ടുള്ള അനേകം ഗോസ്വാമി പരമ്പരയിലുള്ള നോർത്ത് ഇന്ത്യയിൽ ഇന്നും പോയാൽ കാണാൻ പറ്റുന്ന തിലകം, വൈഷ്ണവ തിലകം തൊട്ട് നടക്കുന്ന തുളസിമാല ചാർത്തുന്ന ഭക്തന്മാർക്ക് ചൈതന്യ മഹാപ്രഭു ഉപദേശിച്ചു കൊടുത്തിട്ട് അവരിലൂടെ അത് പിന്നീട് അവിടേക്ക് എത്തി. കലിയുഗം തുടങ്ങിയ സമയമായപ്പോഴേക്കും ഇസ്കോൺ എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, എടങ്ങറാണല്ലേ പറയാനൊക്കെ, അത്ര വിശേഷപ്പെട്ട സംഘടന ഇസ്കോൺ. എന്താ പറഞ്ഞാൽ അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി പ്രസ്ഥാനം എന്ന് പറയുന്ന ലോകമൊട്ടുക്കും പടർന്ന് പന്തലിച്ചിട്ട് എല്ലാതിന്റെയും മുകളിൽ ഇന്നും ഒരു സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജപിക്കുന്ന നാമം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് പറയുന്ന അത്ര വിശേഷമാണ് മന്ത്രം. നിത്യം ജപിച്ചാൽ അത്ര ശ്രേഷ്ഠമാണ് ആ മന്ത്രം. പിന്നീട് ആ ഇസ്കോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, ഗുരുവായൂരപ്പ മനസ്സിൽ വരുന്നുണ്ട്. ആ ഒരു ആളില്ലേ ഇസ്കോണിന്റെ സ്ഥാപകൻ, കൽക്കട്ടയിലൊക്കെ പോയില്ലേ, ചിക്കാഗോയിൽ അമേരിക്കയിൽ പോയിട്ട് അവിടെയൊക്കെ ഇസ്കോണിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തിട്ട് ലോകം മുഴുവൻ ശിഷ്യ പരമ്പരകളുള്ള ശ്രീല പ്രഭുപാദം, ക്ഷമിക്കുക, ഓർമ്മയില്ല, അറിയാൻ മനസ്സിൽ വരുന്നില്ല. അദ്ദേഹത്തിന്റെ പാദങ്ങൾ ഞാൻ നമസ്കരിക്കുക. അത്ര വിശേഷമാണ്. അദ്ദേഹം ഉണ്ടാവുകൊണ്ടാണ് ഭാരതത്തിലെ നാരായണ നാമത്തിന് ഏറ്റവും കൂടുതൽ ഒരു ആയുസ് മുഴുവൻ നീക്കി വെച്ച ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടിട്ട് ശ്രീല പ്രഭുപാദരുടെ അദ്ദേഹത്തിന്റെ പാദാരബന്ധങ്ങളിൽ ഇസ്കോണിന്റെ പാദത്തിൽ ഞാൻ നമസ്കരിക്കുക. ഇസ്കോണിന്റെ ആളൊന്നുമല്ല, അവരുടെ പാദങ്ങൾ ഞാൻ നാമം ജപിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ അവരുടെ പാദങ്ങളെ നമസ്കരിക്കുകയാണ്. എൻ്റെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഞാനത് പറയാൻ കാരണം ആ ചാനലിൽ ഭക്തി എന്നുള്ള കുറെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഈ ഭാഗവത കാര്യങ്ങൾ, ഭാഗവത പാരായണ പ്രഭാഷണം അതിലുണ്ട്. അപ്പൊ ആ ചാനലിൽ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിലൊരാൾ ഒരു ഇസ്കോണിന്റെ പ്രവർത്തകനാണ്. അതാണ് ഞാനിപ്പോൾ പറയാൻ കാരണം. ഇസ്കോണിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ബാംഗ്ലൂരാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ബാംഗ്ലൂര് മലയാളിയാണ്, തൃശ്ശൂർക്കാരനാണ്. ഇപ്പൊ അവിടെ സെറ്റിലായി. അദ്ദേഹത്തിന് കഴിഞ്ഞ 2 മാസം ബാംഗ്ലൂർ സപ്താഹം ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ തിപ്പസാന്ദ്ര എന്ന് പറയുന്നൊരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടാവും, ജാലഹലിയുടെ പുറത്ത്. അവിടെ സപ്താഹം ഉണ്ടായി. അവിടെ ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടു. ഇസ്കോണിന് നല്ലൊരു ഭക്തൻ. എന്താ അദ്ദേഹത്തിന്റെ മഹത്വം പറഞ്ഞാലും അത് പറയാതിരിക്കാൻ വയ്യ. അതിപ്പോ യാദൃച്ഛികമായിട്ട് നാവിൽ വന്നതാണ്, പ്ലാൻ ചെയ്ത് പറയല്ല. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. എന്റെ പേര് ഓർമ്മ, ഒരു ഇങ്ങനെ യു ഷേപ്പിൽ അങ്ങനെയല്ല അവർ കുറി തൊടുക അല്ലേ. ഇസ്കോണിന്റെ ആൾക്കാരെ കുറി കണ്ടിട്ടില്ലേ? വൈഷ്ണവ തിലകാണ് അവർ തൊടുക, ഹരിചന്ദന പോലെ. അങ്ങനെയെല്ലാം തുളസിമാല ഉണ്ടാവും. കൃഷ്ണനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ സപ്താഹം നടത്തുന്ന സമയത്ത് ബാംഗ്ലൂർ തിപ്പസാന്ദ്ര അയ്യപ്പ ക്ഷേത്രത്തിൽ മലയാളി അസോസിയേഷന്, നമ്മൾ മലയാളികളെ കൂടുതൽ പാലക്കാട് ആൾക്കാർ, അവർ പാലക്കാട് ഒരു അമ്മയും കണ്ടു. ഒരു ഒറ്റപ്പാലത്തിൽ ഒരു അമ്മയും ഉണ്ടായിരുന്നു. അവരവിടെ ഭർത്താവുമായി ജീവിക്കുക. അപ്പൊ അവിടെ ഇദ്ദേഹം എന്നും വരും രാവിലെ. ഇസ്കോണിന്റെ ആള് ഒരു 60 വയസ്സൊക്കെ ഉണ്ടാവും. ഇയാള് നമ്മൾ സാധാരണ ഒരു വേദിയിൽ പോയാൽ എന്താ ചെയ്യാം?
ഒന്ന് നമസ്കരിക്കും, അവിടെ ഇരിക്കും. പിന്നെ എപ്പോഴാണ് നമ്മൾ എണീക്കുക? 8:30. അതെ, ഇഡ്ഡലി സാമ്പാർ ആ സമയത്ത് നമ്മൾ. പക്ഷെ അങ്ങനെ അദ്ദേഹം അങ്ങനെയല്ല. ചേച്ചി ചിരിക്കുക, ഞാൻ പറഞ്ഞു, ഞാൻ തമാശ പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം എങ്ങനെ വെച്ചാല് വന്നാൽ ഇരിക്കില്ല, അതെന്തിനും ഇരിക്കപ്പോഴത്തില്ല. എന്താ കാരണം എന്നറിയോ? എന്തെങ്കിലും അസുഖമല്ല. എന്താ കാരണം? ഈ ഭക്തിയിലൊരു ഞാൻ പറഞ്ഞു, ഇദ്ദേഹം എല്ലായിടത്തൊക്കെ തൊഴുത് വരും. അവിടെ അയ്യപ്പന്റെ ശബരിമലയിലെ പോലത്തെ ധ്യായേതാനന്ദഗന്ധം ആ രൂപമാണ് ശിൽമുദ്ര. അപ്പൊ അദ്ദേഹം അവിടെ പോയി തൊഴുമ്പോ എങ്ങനെയാ ശ്രദ്ധിക്കും? ഇതൊക്കെ ഞാനിതിന്റെ ഇടയിൽ പ്രഭാഷണം ഉണ്ടെങ്കിലും ഇത് എന്റെ ചെവി അവിടെ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ തൊഴുന്ന സമയത്തെ ആ അയ്യപ്പ സ്വാമിയുടെ അവിടെ പോയി നിന്നിട്ടേ സ്വാമി ശരണം അയ്യപ്പ എന്ന് പറയും. എന്നിട്ട് ഈ ശ്രീകൃഷ്ണ ഗോവിന്ദ ഇതും ചൊല്ലും കുറേ തവണ. അപ്പൊ അദ്ദേഹം അയ്യപ്പനെ